വെൽക്കം ടു ദ മീഷോ. അപ്പം ഇന്ന് വീക്കെൻഡ് ഒക്കെയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഫ്രീ ആണ്. അപ്പോൾ ഒരു ഫാമിലി കുക്കിംഗ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അബ്ബയുണ്ട്. അബ്ബ, ഈ ബിരിയാണീൻ്റെ പേരെന്താണ്? പേരൊക്കെ വലിയ പേരാണ്. മൊറാദാബാദ് ബിരിയാണി എന്നാണ് ഈ ഒരു ഡിഷിൻ്റെ പേര്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണ്. അതിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ മാറ്റങ്ങളും കൂടെ വരുത്തിയിട്ട് അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ ഈ വീഡിയോ പുറത്തു വരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പുറത്തു വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതെന്താണ് അബ്ബ? ഇതിൽ ചെറിയ ജീരകം, ബേ ലീഫ്, ഏലക്ക, കുരുമുളക്, പിന്നെ പട്ട, ഗ്രാമ്പു, ജാതിപത്രിയുടെ കുറച്ച് സാധനങ്ങൾ മസാലയായിട്ട്. ഓക്കെ, അടുത്തത് നമ്മൾ കേടാണ്. പിന്നെ ഇഞ്ചിയും പിന്നെന്തായിരുന്നു വെളുത്തുള്ളിയും പേസ്റ്റ്. പിന്നെ ഇത് നമ്മളുടെ ആ ഒരു നമ്മൾ ലാസ്റ്റ് ബിരിയാണിയുടെ കൂടെയുള്ള റായ്ത്തയിലുള്ള മിക്സ് ആണ്. അപ്പൊ ഇതില് വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, അതേപോലെ മല്ലിപ്പൊടി, കുറച്ച് സൺഫ്ലവർ ഓയിൽ, അതേപോലെ ഉപ്പ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഇത് ശരിക്കും പച്ചമുളകും കൂടെ ആഡ് ചെയ്യും. നമ്മൾ എരിവ് വേണ്ടാത്തതും കൊണ്ട് പച്ചമുളക് ആഡ് ചെയ്യാത്തതാണ്. അപ്പൊ ഇത് ഈ പേസ്റ്റും കേടും കൂടെ ഉള്ളൊരു മിക്സാണ് റായ്ത്തയിൽ വരിക. അപ്പൊ അതുകൂടെ ചെയ്തു മാത്രം. പിന്നെ നമുക്ക് എന്താണ് മീറ്റ് ചിക്കൻ വേണം. പിന്നെ നമ്മൾ ഓണിയൻ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പിന്റെ ആ സ്റ്റെമ്മ് കൂടുതലായിട്ടുള്ള ഇലകളല്ല, കൂടുതലും സ്റ്റെമ്മിന്റെ ഭാഗം ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ നമ്മളുടെ എന്താ പറയാ മുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ ആദ്യം എന്താ പരിപാടി? ആദ്യം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിലോട്ട് അബ്ബ കേട് ഒഴിക്കുകയാണ് അല്ലേ അബ്ബ? അതെ, ഒരു 3-4 സ്പൂണ് കേട് വേണം. നന്നായി ക്രീമി ആവും. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് അതും ഇതിലോട്ട് ഇടുന്നുണ്ട് അല്ലേ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഓക്കെ, അടുത്ത് വേണ്ടത് ഓണിയൻ ഇപ്പൊ എടുക്കില്ല. ഓക്കെ, പച്ചമുളക്. അടുത്തത് മല്ലിയുടെ സ്റ്റെമ്മ് കട്ട് ചെയ്തത്. സ്റ്റെമ്മ് അങ്ങനെ ഒരുപാട് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ലീഫും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഇടാം, എനിക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ്. വേറെന്താണ്? ഉപ്പ്. നമുക്ക് കുറച്ച് സോൾട്ട് ഇടാം. ഇതിപ്പോ 1 കിലോ ചിക്കനാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. 1 kg. നമ്മൾ ഇട്ടു. സൺഫ്ലവർ ഓയിൽ. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ ഈ സൺഫ്ലവർ ഓയിലിന് ഭയങ്കര കൂടുതലായിരിക്കും. ബട്ടറും ഗീയും സൺഫ്ലവർ ഓയിൽ പോലുള്ളതൊക്കെ കുറെ കൂടുതലായിരിക്കും. അപ്പം ഇനി ഇത് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്യാം, മിക്സ് ചെയ്യാം. ഇതിൽ സ്പൈസി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും വേണ്ടത് ഈ മൊറാദാബാദ് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചേർക്കുന്ന ഏറ്റവും മെയിൻ കീ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളകിൻ്റെ അച്ചാറാണ്. അതാണ് ഒരു ഡിഷായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട്, അതാണ് കീ ഇൻഗ്രീഡിയൻ്റ്. അത് കുറച്ചേ ചേർക്കുള്ളൂ, പക്ഷെ ആ ഒരു ഫ്ലേവർ അവർക്ക് വേണം. അതേപോലെ പിന്നീട് സ്പൈസി കിട്ടാനായിട്ട് അവർ ചേർക്കുന്നത് പച്ചമുളകാണ്. നമുക്കിവിടെ സ്പൈസി അധികം പറ്റാത്തതും കൊണ്ടും നമ്മളിപ്പോൾ അത് കുറയ്ക്കുന്നതും കൊണ്ടും നമ്മളാകെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ശരിക്കും ഒരു 4-5 പച്ചമുളക് 1 കിലോ ചിക്കന് വേണ്ടിയിട്ട് എടുക്കാം. അതേപോലെ നീളത്തിൽ ജസ്റ്റ് അരിഞ്ഞിട്ടാൽ മാത്രം മതി. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് ഇവിടെ വെക്കാം. ഇത് മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് കുതിർത്ത് വെക്കാനായിട്ട് വെക്കണം. അത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു ½ an hourലേക്ക് കുതിർത്ത് വെക്കുന്ന രീതിയിൽ ബസ്മതി റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോട്ടിലാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ. അപ്പം ചൂടായ എണ്ണയിലേക്ക് ഫസ്റ്റ് തന്നെ ഓണിയൻ കട്ട് ചെയ്തതിടുക. അതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഓണിയൻ കട്ട് ചെയ്ത് ഇടുകയാണ്.
വരും. ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ്. ബ്രൗൺ അല്ല, ഇങ്ങനെ ബ്രൗൺ കളർ ആയി വരുമ്പോ തന്നെ നമ്മൾ ഇതിന്റെ അപ്പൊ തന്നെ നമ്മൾ സ്പൈസസ് ഇടാണ്. ഇതാകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്പൈസസും ഈ ഓണിയനും കൂടെ നല്ല രീതിയിൽ ബ്രൗൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. അതായത് സ്പൈസസ് നല്ല രീതിയിൽ മൂക്കുകയും ചെയ്യും, ഓണിയൻ നല്ലപോലെ ഗോൾഡൻ കളർ ആവുകയും ചെയ്യും. അപ്പം ഓണിയനും മസാലയും എല്ലാം അത്യാവശ്യം മൂത്ത് ഓണിയനെല്ലാം നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത എന്താണ്? അടുത്ത പരിപാടി നമ്മൾ ഈ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇടലാണ്. ഓക്കെ, ഈ ഭാഗത്തേക്ക് അപ്പം ഈ ചിക്കനിൽ നമ്മൾ ഇട്ടിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം അത്യാവശ്യം ഒന്ന് വേവുന്നവരെ ഒന്ന് മൂക്കുന്നവരെ നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് റൈസ് വേവാനുള്ള വെള്ളം ഒഴിക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ റൈസ് ഇടാണ് കേട്ടോ. ബസ്മതി റൈസ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. യെസ്, ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നോർമൽ നമ്മളിവിടെ ബിരിയാണിക്ക് എടുക്കുന്ന അരിയാണ്, അത്രയും ക്വാണ്ടിറ്റിയാണ് എടുത്തത്. നമുക്ക് കുറച്ച് വേണേൽ കുറയ്ക്കണോ? വേണ്ട വേണ്ട, വെള്ളം നമ്മൾ അതിനനുസരിച്ച് എടുത്തു. അപ്പം റൈസ് എല്ലാം ഇട്ടു. പിന്നെ നമുക്ക് അടച്ചു വെച്ചൊരു 15 to 17 മിനിറ്റ്സ് എങ്കിലും ഇത് ബോയിൽ ചെയ്യാനുള്ളൊരു ടൈം വേണം. അതെ, അതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാനും കൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവേണ്ടതാണ്. അപ്പോൾ നമ്മൾ ബിരിയാണിയുടെ കൂടെ കഴിക്കാനുള്ള ഒരു സൈഡ് ഡിഷാണ്, നോർത്ത് ഇന്ത്യൻ റായ്ത്തയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്. ഇതിൽ മല്ലിയില, വെളുത്തുള്ളി, സൺഫ്ലവർ ഓയിൽ, കുറച്ച് സാൾട്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഓക്കെ, അത് അരച്ചാണ്. ശരിക്കും കുറച്ചുകൂടെ അരയ്ക്കണം. റജിക്ക് ഇത്ര അരയ്ക്കാൻ കഴിയും. അതല്ല കേട്ടോ, അത് നമ്മളത് മിക്സ് ചെയ്യാണ്. കേടാണ് ഇതിലെ മെയിൻ താരം. ഇനി അമ്മ ഒറ്റക്ക് ഉണ്ടാക്കൂല്ലേ? ഈ ബിരിയാണിന്റെ പേരെന്തായിരുന്നു പറഞ്ഞു? മുറാദാബാദ് ബിരിയാണി എന്നാണ് പറയുക. ചില ആൾക്കാർ ഇതിനെ പുലാവ് എന്ന് പറയും, ചില ആൾക്കാർ ബിരിയാണി എന്ന് പറയും. ഇത് ശരിക്കും ഡൽഹിയിലും ഒക്കെ സ്ട്രീറ്റ് ഫുഡായിട്ട് കൊടുക്കുന്ന വളരെ എന്താ പറയുക എക്കണോമിക് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ഒരു 100 rupees ഒരു പ്ലേറ്റ് ബിരിയാണി എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ അതിൽ നമ്മൾ ഗ്രീൻ ചില്ലിൻ്റെ പിക്കിൾ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൂടെ ആഡ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്കൊരു കുറച്ചും കൂടെ ഒരു ആക്റ്റീവായിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ രീതിയാണ്. ഇതിന്റെ ആവശ്യം ശരിക്കില്ല, പക്ഷേ ശരിക്കില്ല, ഇത് നമ്മുടെ അഹങ്കാരം. കുറച്ച് ഉള്ളി കൂടുതലുണ്ടായിരുന്നു, കുറച്ച് വെട്ടി വെച്ചുള്ളത് കൊണ്ട് നമ്മൾ അതിട്ടു. അത്ര മതി, ഒരുപാട് ആർഭാടാക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു ജസ്റ്റ് ഉപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ഇടും. കാരണം നമ്മൾ അരയ്ക്കുന്നതിൽ നമ്മൾ സാൾട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ റായ്ത്തയായി. ഇനി ഈ സമയം കൊണ്ട് അവിടെ റൈസ് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായി കഴിഞ്ഞതിന് ശേഷം നമുക്കത് കാണാം. ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ, ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ, ഇത് നല്ല മൈനസ് പോലെ ഉണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് കുറേ പ്രാവശ്യം കഴിക്കുന്നത്. കുറേ പ്രാവശ്യം ചോദിച്ചു വാങ്ങാണ്. എന്നെ തരില്ല നമ്പ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ആമി ഇവിടെ നിൽക്കണ്ട. കുറച്ച് നമ്മള് റൈസ് നോക്കാൻ പോകും. സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. മന്തിയായി മതി. കറക്റ്റ് കുക്കായിട്ടുണ്ടല്ലേ?
ഒരു 5 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റിനും വെക്കണം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് എന്താണ് നമ്മൾ ശരിക്കും വേണ്ടത് സാഫ്രോണിൻ്റെ ഒരു ലിക്വിഡ് ഒഴിക്കുകയാണ് വേണ്ടത് ഒരു കളറിന് വേണ്ടിയിട്ട്. നമുക്ക് സാഫ്രോൺ ഇല്ലാത്തതും കൊണ്ട് തൽക്കാലം കുറച്ച് എല്ലായിടത്തേക്ക് വന്നത് മഞ്ഞപ്പൊടിയുടെ ഒരു വെള്ളം മാത്രം. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും അല്ലേ? കുഴപ്പമില്ല, ഒരു ഭംഗിക്ക്. ഇനി ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ വേവാനുള്ളത് വെന്തോളും. ഓക്കെ, ആ ഒരു സ്മെല്ല് കിടന്നു. ഓക്കെ, എന്നിട്ട് നോക്കാം നമുക്ക്. അപ്പൊ നമ്മളെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് അടിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പൊ തന്നെ ആ ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ടേ. നമുക്ക് നല്ല സ്മെല്ല്, നല്ല സ്മെല്ല് ഇഷ്ടമായി? അടിപൊളിയാ. വായിൽ ഫുള്ള് വെള്ളം. നമുക്ക് ഇനി പ്ലേറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു പിന്നെ സാഫ്രോണിന്റെ വരുന്ന സമയത്തില്ലേ ആ ഒരു കളർ വരും, വൈറ്റും റെഡും ആയിട്ടുള്ള കളർ വരും. ഭയങ്കര ലുക്കാണ്. നമുക്ക് യെല്ലോ കളർ മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയ്യുമ്പോൾ നോക്കാം. അപ്പൊ നമ്മളെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്താണ് നേരത്തെ ഉണ്ടാക്കിയ ഒരു എന്താ പറയാ റൈത്തയും ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ചൂടില്ലല്ലോ? ചൂടുണ്ടോ? ഓക്കെ. ബാപ്പുന് ഇഷ്ടായോ? എങ്ങനെയുണ്ട് ബാപ്പു, ഇഷ്ടായോ? അടിപൊളിയാ? അടിപൊളിക്ക് എങ്ങനെ കാണിക്കും? ഇങ്ങനെ കാണിക്കണ്ടേ? അങ്ങനെ കാണിക്കും. സൂപ്പർ. റജി ടേസ്റ്റ് ചെയ്ത് നോക്ക്. തരാം. സക്സസ് ആയി. അടിപൊളിയാ? ശരിക്കും അടിപൊളിയാണോ? ശരിക്കും അടിപൊളിയാ. റൈസൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. സൂപ്പറാണ്. മന്തി റൈസൊക്കെ പോലെ നല്ല ഹെൽത്തി റൈസാണ്. അത് ഞാൻ പറഞ്ഞു, ഞാനിത് കഴിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ മന്തി റൈസ് അതുപോലത്തെ ഒരു ഫ്ലേവർ തന്നെയാണ്, പക്ഷെ രസമുണ്ട്. അടിപൊളിയാ. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ശരിക്കും നമുക്ക് അല്ലാതെ കഴിക്കണം. അപ്പോൾ ഓക്കെ, കഴിഞ്ഞു. അടിപൊളിയാണ്. ടേസ്റ്റ് ചെയ്യാൻ വിളിച്ച ആൾക്കാർ ശരിക്കും ഫുഡ് കഴിക്കുന്നത് കാണാം അല്ലേ? ഓക്കെ. തന്നെ ഈ ചോറ്. അപ്പം നീ അല്ലാതെ ഫുഡ് കഴിക്കുന്നില്ല? നീ ഇത് വെറുതെ അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. അത് മാത്രമല്ല, ഈ റെസിപ്പി നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ ദ വാച്ചിങ്. ബൈ.